മക്കളൊക്കെ സ്കൂളിൽ വിട്ടിരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാട്ടോ ഇത്. കണ്ടം ഉള്ളിവട പോലെ തോന്നുമെങ്കിലും ഇത് വേറൊരു വടയാണ്. നമ്മൾ പപ്പായ വെച്ചിട്ടാണ് ഈ ഒരു വട തയ്യാറാക്കി നോക്കിയവരൊക്കെ ഉണ്ടാവും അല്ലേ. പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. പപ്പായ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ചെറിയൊരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിരുമ്പിയെടുക്കാം. നമ്മൾ ഉള്ളിവടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഉപ്പൊക്കെ അതിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരണം കേട്ടോ. ആ രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. 4 ടേബിൾ സ്പൂൺ പറയുമ്പോൾ 1/4 കപ്പ് കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. അതും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ആ ഒരു പപ്പായയിൽ നിന്നും ആ ഒരു സവാളയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ അതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും. വെള്ളം ചേർത്താൽ നമുക്ക് കറക്റ്റ് മൊരിഞ്ഞ രീതിയിൽ കിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കനം കുറച്ചിട്ട് ഉള്ളിവടയുടെ ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും പപ്പായൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ ബാച്ചും ചെയ്തെടുക്കാം. ഞാനിതിവിടെ നമ്മുടെ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സംഭവം നല്ല ടേസ്റ്റ്, വിചാരിച്ചതിനേക്കാളും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല മൊരിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഇപ്പോൾ ഞാനിത് മക്കളെടുത്ത് കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉള്ളിവടയാണ് കേട്ടോ. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അത് പപ്പായ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തത് എന്നുള്ളത്. അപ്പോൾ അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ പപ്പായ വട കിട്ടും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്